കെ.പി.സി.സി രാഷ്ട്രീയകാര്യ സമിതിയിൽ പങ്കെടുക്കാത്ത ഉമ്മൻചാണ്ടിക്കെതിരെ യോഗത്തിൽ രൂക്ഷ വിമർശനം. ഉമ്മൻചാണ്ടി പാർട്ടി കൊണ്ട് നേട്ടമുണ്ടാക്കിയെന്ന് പി.ജെ. കുര്യൻ യോഗത്തിൽ വിമർശിച്ചു. ഒരാൾക്ക് വേണ്ടി യോഗം നീട്ടിവെച്ചത് ശരിയായില്ലെന്ന് പി.സി. ചാക്കോ അഭിപ്രായപ്പെട്ടു. അതേസമയം സംഘടനാ തെരഞ്ഞെടുപ്പ് വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് ഉമ്മൻചാണ്ടി വ്യക്തമാക്കി. ഹൈക്കമാൻഡുമായി ചർച്ച നടത്തുന്നതിനായി ഉമ്മൻചാണ്ടി നാളെ ദില്ലിയിലേക്ക് പോകും. ഹൈക്കമാൻഡുമായി അടുപ്പമുള്ള നേതാക്കൾ രാഷ്ട്രീയകാര്യ സമിതിയിൽ ഉമ്മൻചാണ്ടിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചു. പാർട്ടിയെ കൊണ്ട് നേട്ടമുണ്ടാക്കിയ ആളാണ് ഉമ്മൻചാണ്ടി. ചെറിയ കാര്യങ്ങളുടെ പേരിൽ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നത് ശരിയല്ലെന്ന് പി.ജെ. കുര്യൻ തുറന്നടിച്ചു. ഒരാൾക്ക് വേണ്ടി രാഷ്ട്രീയകാര്യ സമിതി നീട്ടിവെക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് പി.സി. ചാക്കോ വിമർശിച്ചു. ഉമ്മൻചാണ്ടി പങ്കെടുക്കണമായിരുന്നുവെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രനും വി.ഡി. സതീശനും അഭിപ്രായപ്പെട്ടു. ഉമ്മൻചാണ്ടിയെ പങ്കെടുപ്പിക്കണമെന്ന് ഹൈക്കമാൻഡ് നിർദ്ദേശം ഉണ്ടായിരുന്നുവെന്ന് ചർച്ചയ്ക്ക് വി.എം. സുധീരൻ മറുപടി നൽകി. അങ്ങനെ പതിയെ കൂടി പങ്കെടുക്കണമായിരുന്നു എന്നുള്ള അഭിപ്രായം പൊതുവെയുണ്ട്. എല്ലാവരും ഉമ്മൻചാണ്ടി പങ്കെടുക്കുക എന്നുള്ളത് പൊതുവെ ഒരു അഭിപ്രായമല്ലേ. രാഷ്ട്രീയകാര്യ സമിതി വൈകിയതിന് ഉമ്മൻചാണ്ടിയെ പഴിക്കേണ്ടെന്ന് എ ഗ്രൂപ്പ് നേതാക്കൾ യോഗത്തിൽ പറഞ്ഞു. യോഗം നടക്കട്ടെ എന്നാണ് ഉമ്മൻചാണ്ടി നിലപാടെടുത്തതെന്ന് എം ഹസനും കെ.സി. ജോസഫും വ്യക്തമാക്കി. അതേസമയം സംഘടനാ തെരഞ്ഞെടുപ്പ് വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഉമ്മൻചാണ്ടിയും വ്യക്തമാക്കി. തിങ്കളാഴ്ച രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തും. രാജ്മോഹൻ ഉണ്ണിത്താന്റെ രാജി ആവശ്യപ്പെടുകയായിരുന്നുവെന്ന് വി.എം. സുധീരനും യോഗത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംഘപരിവാർ ആശയങ്ങളോടുള്ള എതിർപ്പ് ആവർത്തിച്ച് ബി.ജെ.പി. ദേശീയ നിർവാഹക സമിതി അംഗം സി.കെ. പത്മനാഭൻ. എം.ടി. കമൽ, ഗാന്ധി, ചെഗുവേര വിഷയങ്ങളിൽ കഴിഞ്ഞ ദിവസം പീപ്പിൾ ടിവിയോട് നടത്തിയ പ്രതികരണം ഇന്ന് നടത്തിയ വാർത്താസമ്മേളനത്തിലും സി.കെ.പി. ആവർത്തിച്ചു. അതേസമയം സി.കെ. പത്മനാഭന്റെ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നുവെന്ന് സി.പി.ഐ.എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ബി.ജെ.പി. ദേശീയ നിർവാഹക സമിതി അംഗം സി.കെ. പത്മനാഭൻ കഴിഞ്ഞ ദിവസമാണ് സംഘപരിവാർ ആശയങ്ങളോടുള്ള തന്റെ എതിർനിലപാട് പീപ്പിൾ ടിവിയോട് തുറന്നു പറഞ്ഞത്. എം.ടി. വാസുദേവൻ നായർ ഹിമാലയ തുല്യനാണെന്നും കമലിന്റെ ദേശസ്നേഹത്തെ ആരും ചോദ്യം ചെയ്യേണ്ടെന്നും ചെഗുവേരയെ അറിയാത്തവർ ബൊളീവിയൻ ഡയറി വായിക്കട്ടെ എന്നുമായിരുന്നു സി.കെ.പിയുടെ തുറന്നു പറച്ചിൽ. എം.ടി. ഒരു പർവ്വതമാണ്. ആ പർവ്വതത്തെ കല്ലെറിയുന്നത് ഒരു സുഖം കണ്ടെത്തുന്ന ആളുകൾ കല്ലെറിഞ്ഞുകൊള്ളട്ടെ എന്ന് മാത്രമേ എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളൂ. ദേശസ്നേഹഭരിതമായിട്ടുള്ള സംഭാവനകൾ സിനിമാ രംഗത്ത് നൽകിയിട്ടുള്ള വ്യക്തിയാണ് ശ്രീമാൻ കമൽ. ചെഗുവേരയെക്കുറിച്ച് ഒന്നും കൃത്യമായിട്ട് പഠിക്കുകയോ ഒന്നും ചെയ്യാതെ ഈ മുൻവിധിയോടുകൂടി പലതും വിളിച്ചു പറയുന്നുണ്ട്. അതിനോടൊന്നും വാസ്തവത്തിൽ പ്രതികരിക്കേണ്ട ആവശ്യം പോലുമില്ല. ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിലും സി.കെ.പി. നിലപാടുകൾ ആവർത്തിച്ചു. ഈ ഒരാൾ രാജ്യം വിട്ടു പോകണമെന്നൊക്കെ പറയാനുള്ള അധികാരം ആർക്കാണ് കൊടുത്തിരിക്കുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ ഈ പാകിസ്ഥാനെ അടക്കം ഇങ്ങോട്ട് ചേർക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. അപ്പോൾ അങ്ങോട്ട് പോലും ആരും കൂടി ഇങ്ങോട്ട് കൊണ്ടുവരാറുണ്ട്. അഖണ്ഡ ഭാരതം. അതേസമയം സി.കെ. പത്മനാഭന്റെ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നുവെന്ന് സി.പി.ഐ.എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പ്രതികരിച്ചു. ബി.ജെ.പിയുടെയും ആർ.എസ്.എസിൻ്റെയും നേതാക്കന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ജൽപ്പനങ്ങളെ ബി.ജെ.പിയുടെ ഉന്നത നേതാക്കന്മാർക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്ത വിധം അസഹ്യമായിരിക്കുന്നു എന്നുള്ളതാണ് സി.കെ. പത്മനാഭൻ്റെ ഇന്നലത്തെ പ്രതികരണത്തോടു കൂടി വ്യക്തമാകുന്നത്. ബി.ജെ.പിക്കകത്ത് തന്നെ ഇത്തരം പ്രതികരണങ്ങൾക്കെതിരായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നു എന്നുള്ളത് സ്വാഗതാർഹമായിട്ടുള്ളൊരു കാര്യമാണ്. ബി.ജെ.പിയിൽ നിന്നുള്ള ഇത്തരം അഭിപ്രായങ്ങൾ ആർ.എസ്.എസിന്റെ അസഹിഷ്ണുതയ്ക്കെതിരായ പ്രതികരണങ്ങളാണെന്നും കോടിയേരി പറഞ്ഞു. ന്യൂസ് ബ്യൂറോസ്, കണ്ണൂർ, തിരുവനന്തപുരം. എൻ രാധാകൃഷ്ണന്റെ പ്രസ്താവനകൾക്കെതിരെ സി.കെ. പത്മനാഭൻ രംഗത്തെത്തിയതോടെ ബി.ജെ.പിയിൽ ഭിന്നത രൂക്ഷം. സി.കെ.പി. തന്റെ നിലപാട് ആവർത്തിച്ചതോടെ അദ്ദേഹത്തിനെതിരെ നടപടി വേണമെന്ന ആവശ്യത്തിലാണ് പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കൾ. അതേസമയം മുതിർന്ന നേതാവായ സി.കെ.പിക്കെതിരെ എങ്ങനെ നടപടിയെടുക്കുമെന്നത് പാർട്ടി നേതൃത്വത്തെ വിഷമവൃത്തത്തിലാക്കുന്നു. തിങ്കളാഴ്ച ആരംഭിക്കുന്ന പാർട്ടി നേതൃയോഗങ്ങളിൽ സി.കെ.പിക്കെതിരെ രൂക്ഷ വിമർശനമുയരും. ബി.ജെ.പി. ദേശീയ നിർവാഹക സമിതി അംഗം സി.കെ. പത്മനാഭൻ കഴിഞ്ഞ ദിവസം പീപ്പിൾ ടിവിയിലൂടെ നടത്തിയ പ്രതികരണം ബി.ജെ.പിക്കകത്ത് വലിയ കോളിളക്കമാണ് ഉണ്ടാക്കുന്നത്. അതിനിടെ തന്റെ നിലപാടുകൾ ആവർത്തിച്ച് സി.കെ.പി. ഇന്ന് വീണ്ടും രംഗത്തെത്തിയതോടെ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യം പാർട്ടിയിൽ ശക്തമാവുകയാണ്. തിങ്കളാഴ്ച കോട്ടയത്ത് ആരംഭിക്കുന്ന ബി.ജെ.പി. നേതൃയോഗങ്ങളിൽ ഒരു വിഭാഗം നേതാക്കൾ സി.കെ.പിക്കെതിരെ നടപടി ആവശ്യപ്പെടും. ബി.ജെ.പി. സംസ്ഥാന സമിതി അംഗം കെ.കെ. സുരേന്ദ്രൻ ഇക്കാര്യം വ്യക്തമാക്കി. അച്ചടക്ക നടപടിക്ക് വിധേയമാകേണ്ട ഒരു നിലപാടാണത്. എന്നാൽ പാർട്ടിയുടെ മുൻ അധ്യക്ഷനും മുതിർന്ന നേതാവുമായ സി.കെ.പിക്കെതിരെ നടപടിയെടുക്കുന്നതിൽ പാർട്ടി നേതൃത്വം വിഷമവൃത്തത്തിലാണ്. തിങ്കളാഴ്ച ബി.ജെ.പി. കോർ കമ്മിറ്റി യോഗവും തുടർന്നുള്ള ദിവസങ്ങളിൽ സംസ്ഥാന ഭാരവാഹി യോഗവും സംസ്ഥാന കമ്മിറ്റിയും സംസ്ഥാന കൗൺസിൽ യോഗവും നടക്കുമ്പോൾ സി.കെ.പിക്കെതിരെ രൂക്ഷ വിമർശനമുയരുമെന്നത് ഉറപ്പാണ്.
എൻ രാധാകൃഷ്ണന്റെ വിവാദ പ്രസ്താവനകൾക്കെതിരെയും ബി.ജെ.പി. നേതാക്കൾക്കിടയിൽ അതൃപ്തി ശക്തമാണ്. കഴിഞ്ഞ ദിവസം പാർട്ടി സംസ്ഥാന വക്താവ് MS കുമാർ അസഹിഷ്ണുതയ്ക്കെതിരെ പ്രതികരിച്ചിരുന്നു. ഭിന്നത മറനീക്കി പുറത്തുവന്ന സാഹചര്യത്തിൽ പരസ്യപ്രതികരണം നടത്തരുതെന്ന് നേതാക്കൾക്ക് പാർട്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം കേരളത്തിലെ സംഭവവികാസങ്ങൾ ബി.ജെ.പി. കേന്ദ്ര നേതൃത്വം നിരീക്ഷിക്കുന്നുണ്ട്. ദേശീയാധ്യക്ഷൻ അമിത്ഷാ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരനോട് വിവാദങ്ങൾ സംബന്ധിച്ച് റിപ്പോർട്ട് ആവശ്യപ്പെട്ടേക്കും. ജിതിൻ ചന്ദ്രൻ, തിരുവനന്തപുരം. തിരികെ വാർത്തയിലേക്ക്. കോട്ടയം മറ്റക്കര ടോംസ് എഞ്ചിനീയറിംഗ് കോളേജിന് അംഗീകാരം നൽകിയത് മാനദണ്ഡങ്ങൾ ലംഘിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഏർപ്പെടുത്താതെയാണ് കോളേജ് പ്രവർത്തിക്കുന്നതെന്ന് സാങ്കേതിക സർവകലാശാല അധികൃതർ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് തിങ്കളാഴ്ച വിദ്യാഭ്യാസ മന്ത്രിക്ക് കൈമാറും. മാനേജ്മെന്റിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയരുന്നതിനിടെയാണ് ടോംസ് കോളേജിന് അംഗീകാരം ലഭിച്ചത് മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിയാണെന്ന വിവരം പുറത്തുവരുന്നത്. 2014 കോളേജിന് അംഗീകാരം നൽകുമ്പോൾ 10 ഏക്കർ ക്യാമ്പസ് വേണ്ടെടുത്ത് ഉണ്ടായിരുന്നത് 1 ഏക്കറിൽ താഴെ മാത്രം. കോളേജിൽ ലൈബ്രറിയോ കമ്പ്യൂട്ടർ ലാബോ ഇല്ല. ഡ്രോയിങ് റൂം 1 കിലോമീറ്റർ അകലെ ബോയ്സ് ഹോസ്റ്റലിനൊപ്പം. പ്രിൻസിപ്പലിന് സ്വന്തമായി ഓഫീസില്ല. 4 നിലകളിലായി 12 ക്ലാസ് റൂമുകൾ മാത്രമാണ് ഇവിടെയുള്ളത്. അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നുമില്ലാത്ത കോളേജിന് AICTE അംഗീകാരം എങ്ങനെ ലഭ്യമായി എന്നതും ചോദ്യചിഹ്നം. സാങ്കേതിക സർവകലാശാല VC ഡോക്ടർ കുഞ്ചറിയ AICTE സെക്രട്ടറി ആയിരിക്കെയാണ് കോളേജിന് അംഗീകാരം ലഭിച്ചത്. സാങ്കേതിക സർവകലാശാല രജിസ്ട്രാർ GP പത്മകുമാർ കഴിഞ്ഞ ദിവസം കോളേജിലെത്തി തെളിവെടുപ്പ് നടത്തിയിരുന്നു. രജിസ്ട്രാർ റിപ്പോർട്ട് നൽകിയാലുടൻ മാനേജ്മെന്റിനെതിരെ നടപടിയുണ്ടായേക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ദിലീപിന്റെ നേതൃത്വത്തിൽ തിയേറ്റർ ഉടമകൾക്ക് പുതിയ സംഘടന. സമരം ചെയ്ത തിയേറ്ററുകളോട് പ്രതികാര നടപടി ഉണ്ടാകില്ലെന്നും അവർക്കും സിനിമകൾ നൽകുമെന്നും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. അതേസമയം സർക്കാർ ഇടപെടലിനെ തുടർന്ന് സമരം പിൻവലിക്കുകയാണെന്ന് എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ അറിയിച്ചു. 1 മാസത്തോളമായി നീണ്ടുനിന്ന സിനിമാ സമരം അവസാനിച്ചത് പുതിയൊരു സംഘടനയുടെ രൂപീകരണത്തോടെയാണ്. നിർമ്മാതാക്കളുടെയും വിതരണക്കാരുടെയും പിന്തുണയോടുള്ള സംഘടനയിൽ എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ വിട്ടുവന്നവർക്കായിരിക്കും പ്രാധാന്യം. സിനിമാ സംഘടനകളുടെയും താരങ്ങളുടെയും പിന്തുണയോടുള്ള ബദൽ സംഘടനയ്ക്ക് ദിലീപ് നേതൃത്വം നൽകും. പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് അകത്തിരുന്ന് സംസാരിക്കുന്ന ആൾക്കാരുടെ ഒരു വേദിയാണ്. ബഹളങ്ങൾ വേണ്ട. നമ്മൾ ജനങ്ങൾ വിശ്വസിക്കുന്ന വളരെ ഗ്ലാമർ ഫീൽഡാണ്. അതിനെ വെറും ചേരി പ്രദേശമാക്കി നമ്മൾ മാറ്റരുത്. അതുകൊണ്ട് പറയുകയാണ്, സമൂഹത്തിൽ സ്ഥാനം, ജനങ്ങൾ തന്നിരിക്കുന്ന സ്ഥാനം നമ്മൾ കളയരുത്. ജനങ്ങളുടെ മുമ്പിൽ നമ്മൾ കോമാളിയാവരുത്. TV കയറിയിട്ട് ദയവ് ചെയ്ത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളെല്ലാം ഒറ്റക്കെട്ടായിട്ട് മുന്നേറണം. സമരം നടത്തിവന്ന എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ പ്രസിഡന്റ് ലിബർട്ടി ബഷീർ അടക്കമുള്ളവരോട് പ്രതികാര നടപടി സ്വീകരിക്കില്ലെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് G. സുരേഷ് കുമാർ പറഞ്ഞു. എന്തായാലും ഇനിയിപ്പോൾ ഉണ്ടാകാൻ പോകുന്ന ദിലീപിന്റെ നേതൃത്വത്തിൽ ഒരു സംഘടന രൂപീകരിക്കുകയാണ്. ഈ സംഘടന ഒരു ഫെഡറേഷന്റെ ബദൽ സംഘടനയായിട്ട് തന്നെയായിരിക്കും ഇത് ഉണ്ടാവാൻ പോകുന്നത്. ഇത് നല്ല രീതിയിലായിരിക്കും മുമ്പോട്ട് പോകുന്നത്. എല്ലാവരോടും മാന്യമായ രീതിയിലുള്ള ഒരു അപ്രോച്ച് ആയിരിക്കും അതിൻ്റെ അകത്ത് പ്രൊഡ്യൂസേഴ്സും ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും ഉണ്ടാകുന്നത്. ഇത് പ്രൊഡ്യൂസേഴ്സും ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഈ തുടങ്ങാൻ പോകുന്ന സംഘടനയും കൂടെ ഒരു കൂട്ടായ്മയായിട്ടായിരിക്കും മുമ്പോട്ട് പോകുന്നത്. ഒരു രീതിയിലും ആരെയും ഉപദ്രവിക്കാനൊന്നുമല്ല. ഇന്ന് നമ്മുടെ കൂടെ നിന്നവർക്കായിരിക്കും ഫസ്റ്റ് പ്രിഫറൻസ്. അവരെ സംരക്ഷിച്ചുകൊണ്ടായിരിക്കും നമ്മൾ മുമ്പോട്ട് പോകുന്നത് എന്നുള്ളൊരു വാഗ്ദാനം. യോഗത്തിൽ ഫെഫ്ക ജനറൽ സെക്രട്ടറി B. ഉണ്ണികൃഷ്ണൻ, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സിയാദ് കോക്കർ, നിർമ്മാതാക്കളായ M. രഞ്ജിത്ത്, ആന്റോ ജോസഫ്, ആന്റണി പെരുമ്പാവൂർ, സംവിധായകരായ സിദ്ദിഖ്, സത്യൻ അന്തിക്കാട് തുടങ്ങിയ പ്രമുഖർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. അടൂർ ഏനാത്ത് പാലം 6 മാസം അടച്ചിടേണ്ടി വരുമെന്ന് വിദഗ്ധ സംഘം. പാലത്തിന്റെ ഒരു തൂൺ പൂർണ്ണമായും തകർന്നതിനാൽ ചെറുവാഹനങ്ങൾ പോലും കടത്തിവിടാൻ സാധിക്കില്ലെന്നും സംഘം വ്യക്തമാക്കി. പരിശോധനാ റിപ്പോർട്ട് വിദഗ്ധ സംഘം വകുപ്പ് മന്ത്രിക്ക് ഉടൻ കൈമാറും. MC റോഡിൽ കൊല്ലം, പത്തനംതിട്ട ജില്ലകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഏനാത്ത് പാലത്തിലാണ് ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചത്. പാലം 6 മാസം അടച്ചിടേണ്ടി വരുമെന്ന് വിദഗ്ധ സംഘം വിലയിരുത്തി. പാലത്തിന്റെ ഒരു തൂൺ പൂർണ്ണമായും തകർന്നു. ചെറുവാഹനങ്ങൾ പോലും കടത്തിവിടാൻ സാധിക്കാത്ത സാഹചര്യമാണുള്ളതെന്നും സംഘം വ്യക്തമാക്കി. ചെന്നൈ IIT മുൻ പ്രൊഫസർ P.K. രവീന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പാലത്തിൽ പരിശോധന നടത്തിയത്. പാലത്തിന്റെ ഒരു ഭാഗം താഴ്ന്ന സാഹചര്യത്തിലാണ് വിദഗ്ധ സംഘം എത്തി പരിശോധന നടത്തിയത്. ഏത് രീതിയിലുള്ള അറ്റകുറ്റപ്പണി നടത്തണം എന്നത് പരിശോധിക്കും. അറ്റകുറ്റപ്പണിയിലൂടെ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുമെന്നും സംഘം വ്യക്തമാക്കിയിട്ടുണ്ട്. പാലത്തിന്റെ പരിശോധനാ റിപ്പോർട്ട് വിദഗ്ധ സംഘം ഉടൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി G. സുധാകരന് കൈമാറും. പുതിയ പാലം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇപ്പോൾ പരിഗണനയിലില്ലെന്നും വിദഗ്ധ സംഘം വിശദീകരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. കലോത്സവ നടത്തിപ്പും വിധി നിർണയവും വിജിലൻസ് നിരീക്ഷിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇത് സംബന്ധിച്ച് വിജിലൻസ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയെന്നും മുഖ്യമന്ത്രി അറിയിച്ചു.
കലോത്സവം എത്തും മുന്നേ കലോത്സവ നഗരി മറ്റൊരു മത്സരവേദിയായി. കലോത്സവത്തിനായുള്ള മറ്റൊരു മത്സരം. കലോത്സവ നഗരിയിലെ മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ ഓല കൊണ്ടുണ്ടാക്കിയ വല്ലങ്ങൾ നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വല്ലം മടയൽ മത്സരം സംഘടിപ്പിച്ചത്. കലോത്സവം കണ്ണൂരിലെത്തുമ്പോൾ നഷ്ടപ്പെടുന്ന നാട്ടുപെരുമകളും ജൈവസമ്പത്തും തിരിച്ചെടുക്കുക എന്ന ലക്ഷ്യം കൂടിയുണ്ട് കണ്ണൂരിന്. കലോത്സവത്തിന് മുൻപ് തന്നെ കലോത്സവ നഗരിയിൽ നടന്നത് ആ നാട്ടുപെരുമ വിളംബരം ചെയ്യുന്ന മത്സരമായിരുന്നു. പ്രായവ്യത്യാസമില്ലാതെ എല്ലാ ജനവിഭാഗങ്ങളും അണിനിരന്നുകൊണ്ട് ഓലമടഞ്ഞ് വല്ലം നിർമ്മിക്കുന്ന മത്സരം. കൗൺസിലർമാരടക്കം മത്സരത്തിൽ പങ്കാളികളായി. പങ്കെടുത്തവർക്ക് ഇന്നത്തെ ഓലയിലുമുണ്ട് പരാതി. എങ്കിലും അവർക്കിത് പഴയ നാടൻ മത്സരങ്ങളുടെയും ഓലപ്പുരകളുടെയും ഓർമ്മകൾ കൂടിയാണ്. ഞാനൊരു 45 വർഷം മുന്നേ മടഞ്ഞതേ ഇല്ല, ചെറിയ കുട്ടിയിൽ. അതിനുശേഷം മടഞ്ഞിട്ടില്ല. പിന്നെ പുറമേയാനുള്ള ഓല മടയലുണ്ട്. നല്ല ഉത്സാഹം തോന്നുന്നുണ്ട്. ഒരു സന്തോഷത്തിന് മാത്രമാണ്. മറ്റേ ജയം അല്ലെങ്കിൽ സമ്മാനം അതിനൊന്നും ആഗ്രഹിച്ചിട്ടല്ല. പണ്ടത്തെ ഓല മടഞ്ഞാൽ നല്ല വീതിയോടുകൂടി ഇങ്ങനെ അടുത്തടുത്ത് നിൽക്കും. ഇപ്പൊ അടുക്കുന്നില്ല. പിന്നെ വലിയ വലിപ്പമില്ല ഓലക്ക്. മത്സരത്തിൽ നിർമ്മിച്ച വല്ലങ്ങൾ കലോത്സവ നഗരികളിലും ഭക്ഷണശാലകളിലുമെല്ലാം സ്ഥാനം പിടിക്കും. മാലിന്യങ്ങൾ വലിച്ചെറിയരുതെന്ന സന്ദേശത്തോടെ പ്ലാസ്റ്റിക് നിരോധിത കലോത്സവത്തിന് ഈ വല്ലങ്ങളും മാറ്റുകൂട്ടും. ഒരു മത്സരം എന്നതിലുപരി പഴയ തലമുറയും പുതിയ തലമുറയും ചേർന്നൊരുക്കുന്ന ഈ വല്ലങ്ങളായിരിക്കും കലോത്സവ കാലത്തെ ഡസ്റ്റ്ബിന്നുകൾ. മാത്രമല്ല ഇവർക്കിതൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. കലോത്സവ നഗരിയിൽ നിന്നും ക്യാമറാമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില. കഴിഞ്ഞ നവംബർ 8 പ്രഖ്യാപിച്ച നോട്ട് അസാധുവാക്കലിനെ തുടർന്നുണ്ടായ സംഭവവികാസങ്ങൾ RBIയെ അപമാനിക്കുന്നതാണെന്ന് കാട്ടി റിസർവ് ബാങ്ക് ജീവനക്കാർ RBI ഗവർണർ ഉർജിത് പട്ടേലിന് കത്തെഴുതി. നടപടിയിലുണ്ടായ പിടിപ്പുകേടിനെതിരെയും കാര്യങ്ങളുടെ മേൽനോട്ടത്തിനായി പ്രതിനിധിയെ ഏർപ്പെടുത്താനുള്ള സർക്കാർ നീക്കത്തിനെതിരെയുമാണ് ജീവനക്കാരുടെ കത്ത്. യുണൈറ്റഡ് ഫോറം ഓഫ് റിസർവ് ബാങ്ക് ഓഫീസേഴ്സ് ആൻഡ് എംപ്ലോയീസ് എഴുതിയ കത്തിനെക്കുറിച്ച് ജീവനക്കാരുടെ സംഘടനകളായ ഓൾ ഇന്ത്യ റിസർവ് ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ പ്രതിനിധി സമീർ ഘോഷും ഓൾ ഇന്ത്യ റിസർവ് ബാങ്ക് വർക്കേഴ്സ് ഫെഡറേഷൻ പ്രതിനിധി സൂര്യകാന്ത് മഹാദിയും സ്ഥിരീകരിച്ചു. തിരികെ വാർത്തയിലേക്ക്. ഗോകുലം ഗ്രൂപ്പ് രൂപം നൽകുന്ന ഫുട്ബോൾ ടീമിന്റെ ലോഗോ പ്രകാശനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ടീമിന്റെ ജേഴ്സിയും അദ്ദേഹം അവതരിപ്പിച്ചു. കേരളത്തിലെ മികച്ച യുവതാരങ്ങളെയും സീനിയർ താരങ്ങളെയും ഉൾപ്പെടുത്തിയാണ് ടീമിനെ ഒരുക്കുന്നതെന്നും അടുത്ത മാസം ടീം അംഗങ്ങളെ പ്രഖ്യാപിക്കുമെന്നും ഗോകുലം ഗ്രൂപ്പ് ചെയർമാൻ ഗോകുലം ഗോപാലൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ ഫുട്ബോൾ അസോസിയേഷൻ ഭാരവാഹി V ശിവൻകുട്ടി, ഫുട്ബോൾ താരം IM വിജയൻ തുടങ്ങിയവരും പങ്കെടുത്തു. കോൺഫെഡറേഷൻ ഓഫ് റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ 23ാമത് ക്രെഡായി കാലിക്കറ്റ് പ്രോപ്പർട്ടി ഷോ ക്രെഡായി കേരള ചെയർമാൻ ഹസീബ് അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ക്രെഡായി അംഗങ്ങളായ ഭവന നിർമ്മാതാക്കളും ഭവന വായ്പ നൽകുന്നവരും പ്രോപ്പർട്ടി ഷോയിൽ ഭാഗമായി. മന്ത്രി TP രാമകൃഷ്ണൻ മേള സന്ദർശിച്ചു. മൊബൈൽ ശൃംഖലയായ 3G മൊബൈൽ വേൾഡ് ഒരുക്കിയ സമ്മാന പദ്ധതിയിലെ മെഗാ സമ്മാനമായ BMW കാർ നറുക്കെടുപ്പ് കോഴിക്കോട് നടന്നു. കോഴിക്കോട് ജില്ലാ കളക്ടർ N പ്രശാന്താണ് വിജയിയെ തെരഞ്ഞെടുത്തത്. 3G മൊബൈൽ വേൾഡ് മാനേജിംഗ് ഡയറക്ടർ AK ഷാജി, മാർക്കറ്റിംഗ് ജനറൽ മാനേജർ അനീഷ് CR എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. വൈദ്യരത്നം ഔഷധശാലയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി തൃശൂരിൽ സംഘടിപ്പിക്കുന്ന വജ്ര 2016 അന്താരാഷ്ട്ര ആയുർവേദ സമ്മേളനത്തിന് തുടക്കമായി. 3 ദിവസത്തെ സമ്മേളനം ആരോഗ്യവകുപ്പ് മന്ത്രി KK ശൈലജ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 1500 ആയുർവേദ ഡോക്ടർമാർ ജീവിതശൈലി രോഗങ്ങളെ സംബന്ധിച്ച് പ്രബന്ധങ്ങൾ സമ്മേളനത്തിൽ അവതരിപ്പിക്കും. അഷ്ടവൈദ്യൻ ET നാരായണൻ മൂസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു.